ഇനി നമ്മൾ ചെയ്യാനുള്ളത് അടുത്ത ഹയർ വെൻഡേഴ്സിന്റെ ബുക്കിൽ ഹയർ പർച്ചേസറുടെ അക്കൗണ്ട്. ഹയർ പർച്ചേസറുടെ അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ. അത് ഹയർ വെൻഡറുടെ ലെഡ്ജറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹയർ പർച്ചേസറുടെ ലെഡ്ജർ. നമ്മൾ ഹയർ വെൻഡറുടെ ബുക്കിൽ നമ്മൾ തുടങ്ങിയത് ഹയർ വെൻഡറുടെ അക്കൗണ്ട് നമ്മൾ തുടങ്ങിയത് ഇവിടെ വെച്ചിട്ടല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും സെയിം ആണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ ടു ഹയർ സെയിൽസ് ക്യാഷ് പ്രൈസ് 12,894, ടു ഇൻട്രസ്റ്റ് 545. പിന്നെ ഇവിടെ ബൈ ക്യാഷ്, അവിടെ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ബൈ ക്യാഷ് ഡൗൺ പേയ്മെന്റ് 2000, ബൈ ക്യാഷ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 4000. എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ക്യാരി ഡൗൺ 7,439. അപ്പോൾ ഹയർ പർച്ചേസറുടെ ലെഡ്ജറിന്റെ നേരെ ഓപ്പോസിറ്റ്, ഹയർ വെൻഡറുടെ ലെഡ്ജറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹയർ പർച്ചേസറുടെ ലെഡ്ജർ. അത് തുടങ്ങുന്നത് ടു വെച്ചിട്ടാണ്. ടു ഹയർ സെയിൽസ് എഴുതുക, ക്യാഷ് പ്രൈസ് എഴുതുക, ടു ഇൻട്രസ്റ്റ് എഴുതുക 545 ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ്. അതേപോലെ ഇപ്പുറത്ത് ബൈ ക്യാഷ്, ഇത് DP ഡൗൺ പേയ്മെന്റ്, ഇത് ബൈ ക്യാഷ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഈ രണ്ടെണ്ണം മൈനസ് ചെയ്യുമ്പോൾ ഈ 7,439 ആണ് കിട്ടുക. അതാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ എമൗണ്ട്. ഓക്കെ, ഇതിപ്പോ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ടോട്ടൽ ചെയ്ത് ഡബിൾ ആയി ചെയ്യും. ഓക്കെ, രണ്ട് സൈഡും 13,439 ആയി. ഇനി അതിനുശേഷം ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് എഴുതിയിരുന്നത്. സെക്കൻഡ് ഇയർ തുടങ്ങുമ്പോൾ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 7,439. പിന്നെ വീണ്ടും ടു ഇൻട്രസ്റ്റ്, അപ്പോ സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് 372. അതിനുശേഷം ബൈ ക്യാഷ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് 4,000 എഴുതി. അതിനുശേഷം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഈ 4,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടും 3,811. ഇത് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഈ എമൗണ്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആയ 4,000 മൈനസ് ചെയ്യുന്നു, അപ്പോൾ 3,811. അപ്പോൾ അതിനെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയും. എന്നിട്ട് ടോട്ടൽ ചെയ്യും. ഇവിടെയും സെയിം ആവും, ഇവിടെയും സെയിം ആവും. ടോട്ടൽ ചെയ്ത് ഡബിൾ ആയി ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ ബാലൻസ് ക്യാരി ഡൗണിനെ തേർഡ് ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യും. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 3,811. പിന്നെ ടു ഇൻട്രസ്റ്റ്, തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ആ വർക്കിനോട്ട് നോക്കി കഴിഞ്ഞാൽ 189 കിട്ടും. അതേപോലെ തന്നെ ബൈ ക്യാഷ് 4,000. ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല, രണ്ടും ഈക്വൽ ആവും. 4,000 കംപ്ലീറ്റ് ആയി. അപ്പൊ 3 ലെഡ്ജർ അക്കൗണ്ട് ആണ് ഇതിലുള്ളത്. ഒന്ന് ഹയർ പർച്ചേസറുടെ ലെഡ്ജർ, ഹയർ പർച്ചേസർ ലെഡ്ജർ ഇതാണ്. അതേപോലെ തന്നെ മെഷീനറി അക്കൗണ്ട്, പിന്നെ ഹയർ വെൻഡറുടെ അക്കൗണ്ട്. ഈ 3 ലെഡ്ജർ ആണ് കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ.